ഹായ്. അപ്പോൾ അതെ ഞങ്ങള് വേളാങ്കണ്ണി വന്നപ്പോൾ ഫ്രീ ഫുഡ് സംഭവം നമ്മൾ എഴുതി വെച്ചിരിക്കുന്നു. ഒരു ആളോട് ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി എന്താ സംഭവം അറിയാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് വാച്ചിലോടൊക്കെ ചോദിച്ചത്. അപ്പോൾ 1 മണി തൊട്ട് അല്ല സോറി 12 തൊട്ട് 2:30 വരെ അങ്ങനെ ടൈം പറഞ്ഞു. അപ്പൊ രാവിലെ കോഴി വാങ്ങാൻ പോയപ്പോ ഒന്ന് അന്വേഷിച്ച് ശരിയാണുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ബോർഡ് ഞാൻ കാണിച്ചു തരാം. ഒന്ന് കാണിച്ചു കൊടുത്താ. ഇതാണ് ശരിക്കും പറഞ്ഞ അതിന്റെ സ്ഥലം. അതിൽ 2 ബിൽഡിംഗ് ഉണ്ട്. മദർ മേരീസ് ഡെയിലി ഫുഡ്. ഇതാണ് ഇവിടുത്തെ ഈ ഭക്ഷണം. ഇത് വരുന്ന എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. നേരെ നിങ്ങൾ പറഞ്ഞ സെന്റ് പീറ്റേഴ്സ് ലോഡ്ജ് ഉണ്ട്. സെന്റ് പീറ്റേഴ്സ് ലോഡ്ജിന് നേരെ കിടക്കുന്ന വഴിയാണ്. ആ വഴി നേരെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതാണ്ടോ ഏകദേശം നമുക്ക് ഇങ്ങനെ റൂം നമുക്ക് കാണുവാനായി നമുക്ക് പറ്റും. മാത്രമല്ല നിങ്ങൾ വരണമെങ്കിൽ ഇത് മോർണിംഗ് സ്റ്റാർ പള്ളിയുണ്ട്. ഇവിടെ നമ്മൾ മലയാള കുർബാന നടക്കുന്ന മോർണിംഗ് സ്റ്റാർ പള്ളിയുണ്ട്. അത് മുട്ടയെ വലിയുന്ന സ്ഥലം. ഈ മുട്ടയെ വലിയുന്ന സ്ഥലം തൊട്ട് ഓപ്പോസിറ്റ് വഴിയാണ്. നിങ്ങൾക്ക് വേളാങ്കണ്ണി വന്നിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് കാണാൻ പറ്റും. അതെ, ഇല്ലാത്തവർക്ക് ഈ വഴി പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ്. അതെ 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 അതെ. അപ്പൊ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. അസിസി ബിൽഡിംഗ് തൊട്ട് ബാക്കി തന്നെ നിങ്ങൾ വന്നാൽ മതി. അപ്പൊ ഇനി ഞങ്ങൾ ഇതിന്റെ അകത്തോട്ട് കേറിയിട്ടുള്ള സംഭവങ്ങള് നിങ്ങളെ കാണിച്ചു തരാം. അല്ലെ, നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴേ ആദ്യം ഫുഡ് കഴിക്കുന്ന സ്ഥലത്തോട്ടല്ല നമ്മൾ പോകുന്നത്. നേരെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ ഒരു വാച്ച്മാൻ നമ്മൾ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യും. നമ്മൾ അവിടെ ഇരിക്കുക. വലിയ ഹാളാണ്. ഒരു 500 പേർക്ക് ഒരുമിച്ച് ഇരിക്കുന്ന ഹാളാണ്. എന്നിട്ട് അവിടെ നിന്ന് ഇപ്പുറത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞവര് അതെല്ലാം വൃത്തിയാക്കി ക്ലീനാ പക്ക. ഒരു എന്താ പറയാ ഒന്നും പറയാനില്ല. ക്ലീനാ പക്ക. എന്നിട്ട് ഇപ്പുറത്തെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞവരൊക്കെ പോയി ക്ലീൻ ചെയ്ത് ഇലയൊക്കെ മാറ്റി 2ാമത് ഇല വിളമ്പിയിട്ട് നമ്മൾ ഇപ്പുറത്തെ ബിൽഡിങ്ങിൽ നിന്ന് വരികയാണ്. ആദ്യം വന്നവര് അങ്ങനെ പുറകോട്ട് കഴിച്ചവര് ഇറങ്ങി മൊത്തത്തിൽ പറഞ്ഞു വിട്ടതിന് ശേഷം ഇലയെല്ലാം വൃത്തിയാക്കി അവിടെ എത്ര കസേരയുണ്ടോ അത്രയും കസേര ഉള്ള ആൾക്കാരെ നേരെ അങ്ങോട്ട് കൊണ്ടുപോകും. ക്യൂ ആയിട്ട് തന്നെ ഇടയ്ക്ക് കയറാൻ സമ്മതിക്കൂല. അതായത് പോണ വഴിക്ക് തന്നെ കൈകളെ വാശി കൈ കഴുകിക്കൊണ്ട് തന്നെ അകത്ത് കയറാം. കയറി കഴിഞ്ഞാൽ നമ്മള് ഇല വെച്ച് കഴിഞ്ഞാൽ ഇല വെക്കുമ്പോൾ നമുക്ക് കഴുകാനുള്ള കുപ്പിയിൽ വെള്ളം അതൊക്കെ പക്കായിട്ട് നമ്മുടെ മലയാളികൾ ഒന്നും ചെയ്യാത്ത കാര്യങ്ങളാണ്. ഇല കഴുകി വിട്ടേക്കുമ്പോൾ വലുതായിട്ട് കറികളില്ല. എന്നാൽ പോലും സൂപ്പർ ഫുഡ്. ഒന്നും പറയാനായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എന്തായിരിക്കും എന്നൊരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷെ മലയാളക്കാർ നമ്മള് പക്ഷെ മലയാളത്തിൽ വലിയ വിഭവസമൃദ്ധമായ ഫുഡൊന്നുമില്ല. തക്കാളിക്കറിയുണ്ട്, പിന്നെ പരിപ്പും ആദ്യം അവര് ഇലയൊക്കെ കഴുകി ആദ്യം ചോറ്, അതിനുശേഷം ഒരു തക്കാളി കറി, തക്കാളി ചമ്മന്തി, ചെറുതായിട്ട് ചമ്മന്തി, ടേസ്റ്റ് ഉണ്ട്. അതിനുശേഷം ഉരുളക്കിഴങ്ങ് പൊരിയെന്ന് പറയും ഇവിടെ. പിന്നെ അത് കഴിഞ്ഞൊരു പടം അല്ലെങ്കിൽ പരിപ്പ് കൂട്ട, കട്ടക്കറി, ചാറൊന്നുമില്ല. പിന്നെ സാമ്പാർ, നമ്മുടെ കേരള സാമ്പാറിനെക്കാളും വലിയ സൂപ്പർ ടേസ്റ്റ്. പിന്നെ പപ്പടം, വലിയ പപ്പടം, പിന്നെ പായസം, രസം. ഇത്രയാണ് സംഭവം. മതിയല്ലോ, സൂപ്പർ. അതായത് ഇത് ഒരു ദിവസത്തേക്ക് ഒരു ദിവസം 2 ദിവസത്തേക്കല്ല, ഡെയിലി ഉണ്ട്. അതവിടെ പറഞ്ഞ ഡെയിലി ഫുഡ്. അതെ. അപ്പം എന്തായാലും നമ്മുടെ വേളാങ്കണ്ണിയും ഇതൊരു പുതിയൊരു കാഴ്ചയാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. എന്തായാലും നമ്മുടെ വേളാങ്കണ്ണി വരുന്ന തീർത്ഥാടകർക്കും ഇതൊരു സംഭവം തന്നെയാണ്. കാരണം ഒരുപാട് വിഷമിച്ച് വരുന്നവർക്കൊക്കെ ആണെങ്കിലും ഒന്നില്ലേലും ഒരു നേരത്തെ ആഹാരം മാത്രമല്ല ഒരു ദിവസം വരുന്നവർക്കൊക്കെ സുഖം. ഒരു ദിവസം വരുന്നവർക്ക് ഞാൻ മറ്റേ ട്രെയിനിലെ കാര്യം പറഞ്ഞ പോലെ രാവിലെ വന്നിറങ്ങി എന്തെങ്കിലും ഒരു ചായ കുടിക്കുക, അല്ലെങ്കിൽ ചെറിയ ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ ഇവിടെ വന്നാൽ ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കുക. വൈകുന്നേരം തിരിച്ചു പോയ ഒരു കുഴപ്പമില്ല. കൈ ക്യാഷ്. അതുകൊണ്ട് ഇപ്പൊ നമ്മളെ പോലെ ഇപ്പൊ ഇപ്പൊ ഞങ്ങളാണ് വീട്ടിൽ എന്തായാലും ചോറും കറിയും റൂമിലേക്ക് വെച്ചിട്ട് വന്നത്. എന്നാൽ ഇപ്പൊ എന്തായാലും ഞങ്ങൾക്കൊരു ആഗ്രഹം ഇതെന്താണ് സംഭവം എന്നുള്ളത്. അപ്പം അതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എത്തിക്കുകയും ചെയ്യാം. അതെ, അങ്ങനെ രീതിയിൽ വന്നാണ്. പക്ഷേ ഈ സംഭവം ഒന്നും രക്ഷയില്ല. നല്ല വയർ നിറച്ചും അതും മറ്റുള്ളവരെ പോലൊന്നുമില്ല കേട്ടോ. ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കണമെങ്കിൽ നമ്മൾ ആ ഇലയിലെ ചോറ് മൊത്തം തീരണം. അതായത് ചോറ് വേസ്റ്റ് ആക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചോറ് മൊത്തവും തീർന്നു കഴിയുമ്പോൾ അവർ കൊണ്ടിട്ട് തരും. ആർക്കും ചോറ് കളയത്തുമില്ല, ഒന്നുമില്ല. പിന്നെ വരുന്നവർക്ക് ചോറ് കിട്ടുകയും ചെയ്യും. നമ്മളുണ്ടെന്ന് ചോറ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോക്കും. എല്ലാക്കകത്ത് സാപ്പാട് അതുക്കപ്പുറമേ തരാന്ന് പറയവര്. അപ്പൊ എന്തായാലും നല്ലൊരു സംഭവമാണ്. അപ്പൊ എന്തായാലും വേളാങ്കണ്ണി വരുന്നവരൊക്കെ ഇവിടെ വരണം, ഭക്ഷണം കഴിക്കണം. ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാൻ നോക്കാം. എന്തായാലും ഇപ്പൊ വേളാങ്കണ്ണി പോലെ ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ലൊരു പരിപാടിയാണ് ഈ സംഭവം. അപ്പോൾ വേളാങ്കണ്ണി വന്നവര് ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണുമെന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. അപ്പൊ അവിടെ പോയി
വാ 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 വാ. വാ വാ